ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള. അപ്പോൾ നമുക്ക് നോക്കാം. Two of Pentacles, Six of Swords, Three of Cups, Ace of Cups, Seven of Pentacles, the Hanged Man, the Emperor, Nine of Cups, Two of Swords, okay, Death, okay. ബോട്ടം വന്നിരിക്കുന്ന 8 ഓഫ് സോർട്സ് ആണ്. അവരൊരു രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെനക്കിൾസും വന്നിട്ടുണ്ട്, 2 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു രണ്ട് സിറ്റുവേഷൻ എന്തായാലും ഒന്ന് നിങ്ങളെ ചൂസ് ചെയ്യാതെ അവർ രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു എനർജി മൊത്തത്തിൽ കാണുന്നുണ്ട്. അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികളാവാം. എന്തായാലും അങ്ങനെ ഒരു നിങ്ങളെ ചൂസ് ചെയ്യാതെ രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തി നിന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു മൂമെൻറ്റ് വേണം. അതിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് നല്ല രീതിയിൽ മുൻപോട്ട് നിങ്ങളോടൊപ്പം പുതിയൊരു യാത്ര, പുതിയൊരു ജീവിതം, ഒരു ന്യൂ ബിഗിനിങ്സ്, അതിൽ പോസിറ്റിവിറ്റിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം വേണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിച്ച് നിൽക്കുന്നത്. നിങ്ങൾ മോൺ ചെയ്തു കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് വേദനയോടെയാണ്. അതായത് നിങ്ങൾക്കൊരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് സങ്കടം നൽകിയിട്ടുമുണ്ട് ആ വ്യക്തി. എന്നാൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ വിട്ടിട്ട് പോകാൻ, അതായത് ഇതിൽ നിന്നിട്ട് കാര്യമല്ല, ഇനി എൻ്റെ ലൈഫ് ഞാൻ നോക്കണമെന്ന് പോകുന്ന ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് ഒത്തിരി വിഷമിക്കുന്ന വ്യക്തിയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഒരുപാട് വിഷമിച്ച് സ്ട്രെസ്സിൽ ഇരിക്കുകയും അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനും പഠിച്ചു കഴിഞ്ഞു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരോടും, അത് ഫാമിലിയോടൊപ്പം ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവാം. മേ ബി നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയെ ഒന്നും നിങ്ങൾ കാണിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നതായി ചിലപ്പോൾ ഭാവിക്കുന്നുണ്ടാവാം. അത് കണ്ടിട്ടായിരിക്കാം മേ ബി നിങ്ങളിപ്പോൾ നോർമലായിട്ട് സന്തോഷമായിട്ട് നല്ല രീതിയിൽ പോകാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നു. മേ ബി കുറച്ച് പേര് അങ്ങനെയൊക്കെ ചിലപ്പോൾ മോൺ ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരും ഉണ്ടാവും. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളോടൊപ്പം ഒരു ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മോൺ ചെയ്യാൻ തുടങ്ങി എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ വേണ്ടത് നിങ്ങളോടൊപ്പം. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുള്ള, അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നാലോ എന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് തുറന്ന് പറഞ്ഞാലോ എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു സൈഡിൽ. എന്നാൽ പോലും ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ എന്താ തോന്നുന്നു എന്ന് വെച്ചാൽ ഈ ബന്ധത്തിലും നിങ്ങളുടെ അടുത്തും ഇനി എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളെ പ്രയോറിറ്റി തരാതെ, നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും തരാതെ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ സ്നേഹം ഒന്നിനും ഒരു വാല്യൂവും തരാതെ നിന്നതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ അടുത്ത് വന്ന് എന്ത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല, നിങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന്. കാരണം അത് മാത്രമല്ല, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ കുറേ ചിന്തിച്ചു കൂട്ടുന്നത്. ഒരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരുപാട് സ്നേഹമായിട്ട്, അവർക്കുള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഏസ് ഓഫ് കപ്സ് അതാണ് പറയുന്നത്. ബട്ട് അവരിവിടെ ദ എംപററും വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല
അതൊക്കെ തുറന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനവും ഞാനെന്ന ആ ഒരു ഭാവം, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ അവർ നിങ്ങളോട് കാണിച്ചു നിന്ന, അങ്ങനെ അവരിങ്ങോട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം തുറന്ന് പറഞ്ഞാൽ അവരുടെ വാല്യൂ എല്ലാം നഷ്ടപ്പെട്ട് ഇനി നിങ്ങൾക്ക് ഒരു അടിമയായിട്ട് ഇരിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയും അവർക്കുണ്ട്. കാരണം അവരത്രയും ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. ബട്ട് സ്റ്റിൽ അവർക്ക് നിങ്ങളോടത്തെ സ്നേഹവും ഇഷ്ടവും ഉണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമാണ്. ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ അവർ ഒരു പോസ് ചെയ്യുന്ന എനർജിയാണ്. അവരൊരുപാട് ചിന്തിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ ഇനി എന്ത് ചെയ്യണം, എൻ്റെ മിസ്റ്റേക്ക് എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങളോട് ചെയ്ത തെറ്റുകളെക്കുറിച്ചായിരിക്കാം, നിങ്ങൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. എന്തായാലും ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി ആയാലും ആ തേർഡ് സിറ്റുവേഷൻ ആയാലും എൻഡ് ചെയ്ത് ഒരു പുതിയ ഫ്യൂച്ചർ എന്തായാലും വേണമെന്ന് നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെയും 2 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. വീണ്ടും ആ ഒരു 2 സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 വ്യക്തികളുടെ ആ ഒരു ശക്തമായ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അവർ കണ്ണ് കെട്ടി ഒരുപാട് ഒന്നും മനസ്സിലാക്കാതെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ശരിക്കും അവരുടെ എയിം എന്താണെന്നോ ഒന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും നിങ്ങൾ ഒരുപാട് ഈ ബന്ധത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടതും അവർ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ പേരിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ആണ് അവർ ചിന്തിക്കുന്നതും ഇവിടെ കാണുന്നതും. ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം എൻഡായി നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിൻസ്. ഡെത്ത് എന്ന് പറയുമ്പോഴേ ഡെത്തിൻ്റെ റീബർത്താണ്. ഇതുവരെ നടന്ന ആ പ്രശ്നങ്ങളെല്ലാം എൻഡ് ആവണമെന്നും നിങ്ങളോടൊപ്പം ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ആൾറെഡി ഇതിൽ 3 ഓഫ് കപ്സും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. ഇതും അങ്ങനെയാണ്. നമ്മൾ വളരെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കാർഡാണ്. നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഹെൽത്തായാലും നമ്മുടെ ജോലി കരിയർ എന്തായാലും അതിൽ ഫോക്കസ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തി. സോ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ സങ്കടങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ ചിലപ്പോൾ നല്ല റെഡിയായി നന്നായിട്ടൊക്കെ നിങ്ങൾ നടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് അവർക്ക് അങ്ങനെയാണ് ഫീൽ ആകുന്നത്. എന്തായാലും ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെല്ലാം അവരൊരു ഡെത്ത് എൻഡിങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പഴയ ആ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്ക് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി തുറന്ന് പറയുന്നു തോന്നുന്നില്ല. കാരണം അത് എംബററാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാലൊന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. അറ്റ് ദ സെയിം ടൈം നിങ്ങളിതെല്ലാം അക്സെപ്റ്റ് ചെയ്യുമെന്ന് അവർക്ക് പേടിയുണ്ട്. അത്രയും ഒരു ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ വാക്കുകൾ കേട്ടായിരിക്കാം ചിലപ്പം അവിടെ എന്തെങ്കിലും അവർ വാക്ക് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഡൗട്ടാണ്. ഇനി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയും അവർക്കുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഈ കാർഡും കണ്ടോ, രണ്ടും ഒരു കണ്ണും കെട്ടപ്പെട്ട അവസ്ഥയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ, അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അവർ പുറമേ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മയങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അവർ കെട്ടിയിടുന്ന ഒരു ബന്ധനത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കാൻ തുടങ്ങി. തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി എന്നാണ് അവർ കാണുന്നത്. കാണുന്ന കാർഡ്സ് എല്ലാം കണ്ടു. 7 ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്, 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇതെല്ലാം പറയുന്ന നഷ്ടത്തിൻ്റെ കാരണം. 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു തനിച്ചാക്കപ്പെട്ട എനർജി, ഒരു നഷ്ടത്തിൻ്റെ കാർഡ്, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ്. ഇവിടെയും ദ ഹെർമിറ്റാണ്. ഹാങ്ഡ് മാൻ്റെ അതേ ഒരു എനർജിയാണ്. ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ചിന്തിക്കുന്ന ഒരു കാർഡ്. ഒരു കണക്കിന് അത് നല്ലതാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറേ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും അതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നത് അങ്ങനെയാണ്. എന്തായാലും 2 സിറ്റുവേഷൻസിലൊക്കെ പെട്ട് നിങ്ങളെ ചൂസ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡിങ് വരണം. ഒരു പോസിറ്റീവ് ചേഞ്ച് വന്ന് നിങ്ങളോടൊപ്പം ന്യൂ ബിഗിൻസ് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.